ബോളിവുഡിലെ ധൂർത്തന് വിട. നടൻ ധർമ്മേന്ദ്ര അന്തരിച്ചു. ബോളിവുഡിലെ ധൂർത്തൻ എന്ന് ധർമ്മേന്ദ്രയെ വിശേഷിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിഹാസമാനമായ ജീവിതത്തെ പൊളിറ്റിക്സ് കേരള തള്ളിക്കളയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം ഇതിഹാസ തുല്യമായ ജീവിതം തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹം ധൂർത്തനായിരുന്നു ജീവിതത്തിലും അഭിനയത്തിലും. അല്ലെങ്കിൽ സൂപ്രധാന പദവി ഏറെക്കാലം നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. 70കളിൽ ധർമ്മേന്ദ്ര എന്ന വാക്ക് ആക്ഷൻ ഹീറോയുടെ അവസാന വാക്കായിരുന്നു. ഡ്യൂപ്പില്ലാതെ ആക്ഷൻ ചെയ്യുന്ന ധർമ്മേന്ദ്ര, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അമിതാഭ് ബച്ചന് മുമ്പ് തന്നെ ധർമ്മേന്ദ്ര സൂപ്രധാനമായി മാറിയിരുന്നു. അമിതാഭ് ബച്ചനെ സൂപ്രധാനമാക്കി മാറ്റിയ ഷോലെ എന്ന ചിത്രത്തിൽ ധർമ്മേന്ദ്രയും സഞ്ജീവ് കുമാറുമാണ് നായകന്മാർ. ആ ചിത്രം കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും. പക്ഷേ പടം കൊണ്ടുപോയത് അമിതാഭ് ബച്ചൻ. ധർമ്മേന്ദ്ര ബോളിവുഡിൽ കടന്നു വന്നത് ദിൽ ഭി തേര ഹം ഭി തേര എന്ന ചിത്രത്തിലൂടെ. പിന്നീട് അങ്ങോട്ട് ധർമ്മേന്ദ്രയുടെ പടയോട്ടം നാം കണ്ടു. ആംഖേൻ, ധരംവീർ, ചുപ്കെ ചുപ്കെ, ഡ്രീം ഗേൾ തുടങ്ങി മികവാർന്ന ചിത്രങ്ങൾ. ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് യാദവ് കി ഭാരത് തുടങ്ങിയ വൈകാരികത നിറഞ്ഞ ആക്ഷൻ ചിത്രങ്ങൾ, അതൊക്കെ മെഗാ ഹിറ്റുകളായി മാറി. ഷോലയിലെത്തുമ്പോൾ ധർമ്മേന്ദ്രയുടെ കരിയർ വളരെ ഉയരത്തിലായിരുന്നു. ധർമ്മേന്ദ്രയെ മുൻനിർത്തി തന്നെയാണ് സംവിധായകൻ ഷോലെ ഒരുക്കിയത്. പക്ഷേ ഷോലയിൽ അമിതാഭ് ബച്ചൻ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ ദുഃഖസാന്ദ്രമായ നിമിഷങ്ങളാണ് പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് ആഞ്ഞു കയറിയത്. അമിതാഭ് ബച്ചൻ അതോടെ സൂപ്രധാനമായി മാറി. അമിതാഭ് ബച്ചൻ ശോഭിക്കുന്ന യുവത്വത്തിൻ്റെ പ്രതീകമായി മാറിയപ്പോൾ ധർമ്മേന്ദ്രയ്ക്ക് കാലിടറി. ധർമ്മേന്ദ്രയുടെ പല ചിത്രങ്ങളും തുടരെ ഫ്ലോപ്പായി. പിന്നീട് മൾട്ടി സ്റ്റാർ ചിത്രങ്ങളിലേക്ക് ധർമ്മേന്ദ്ര ആകർഷിക്കപ്പെട്ടു. ധർമ്മേന്ദ്രയും മറ്റ് വിനോദ് ഖന്നയും ഒക്കെ ചേർന്നുള്ള മൾട്ടി സ്റ്റാർ ചിത്രങ്ങൾ ശ്രദ്ധേയമായിരുന്നു ഒരു കാലത്ത്. എന്തായാലും ജീവിതത്തിൽ അലസനും ധൂർത്തനുമായിരുന്നു ധർമ്മേന്ദ്ര. കടുത്ത മദ്യപാനാസക്തിയുള്ള ധർമ്മേന്ദ്രയെ പറ്റി പല വിധത്തിലുള്ള കഥകൾ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യ ഭാര്യയായ പ്രകാശ് കൗറിനെ ധർമ്മേന്ദ്ര ഉപേക്ഷിച്ചതും ബോളിവുഡിലെ ഡ്രീം ഗേളായ ഹേമമാലിനിയെ വിവാഹം കഴിച്ചതും ഒക്കെ വലിയ വാർത്തയായി മാറി. ഹേമമാലിനി എങ്ങനെ ധർമ്മേന്ദ്രയെ പോലെ ഒരു കുടിയനെ സഹിക്കുന്നു എന്ന് ബോളിവുഡിലെ പാപ്പരാസികൾ സംശയം പ്രകടിപ്പിച്ചു. ധർമ്മേന്ദ്ര അതിലൊന്നും ചെവി കൊടുത്തില്ല. ഒരു അഭിമുഖത്തിന് പോലും അദ്ദേഹം നിന്നുകൊടുക്കില്ലായിരുന്നു അക്കാലത്ത്. ധർമ്മേന്ദ്ര തിരക്കിൻ്റെ ഉന്നതിയിൽ എത്തുമ്പോൾ അമിതാഭ് ബച്ചനൊന്നും ഒന്നുമായിരുന്നില്ല. ബച്ചൻ വെറും കൊച്ചനായിരുന്നു അന്ന്. പിന്നീട് ഷോലയിലൂടെ അമിതാഭ് ബച്ചൻ കയറിയപ്പോൾ തൻ്റെ താരസിംഹാസനം അമിതാഭ് ബച്ചന് കൊടുക്കുന്നതിൽ ധർമ്മേന്ദ്രയ്ക്ക് ഒരു എതിർപ്പും ഇല്ലായിരുന്നു എന്നത് ശ്രദ്ധേയം. ധർമ്മേന്ദ്ര അങ്ങനെയാണ്. അദ്ദേഹം ഒന്നും വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ചില്ല. ഒന്നും വെട്ടിപ്പിടിച്ച് തൻ്റേതാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അദ്ദേഹം തൻ്റേതായ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ചു. മാധ്യമങ്ങൾക്ക് മുമ്പിൽ പലപ്പോഴും അദ്ദേഹം മദ്യാസക്തനായി പ്രത്യക്ഷപ്പെട്ടു. മദ്യപാനാസക്തിയെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ചു. എത്ര മദ്യപിച്ചാലും ഡയറ്റിൽ ധർമ്മേന്ദ്ര വളരെ കണിശക്കാരനായിരുന്നു. കൃത്യമായി ആരോഗ്യകരമായ ഒരു ഡയറ്റ് അദ്ദേഹം സ്വീകരിക്കുമായിരുന്നു. അതാണ് ധർമ്മേന്ദ്രയുടെ മറ്റൊരു പ്രത്യേകത. ധർമ്മേന്ദ്രയ്ക്ക് പ്രകാശ് കൗറിലും ഹേമമാലിനിയിലുമായി 6 മക്കൾ. സണ്ണി ഡിയോൾ, ബോബി ഡിയോൾ, ഇഷ ഡിയോൾ തുടങ്ങിയവർ സിനിമയിലുണ്ട്. സണ്ണി ഡിയോളും ബോബി ഡിയോളും ഒരു കാലത്ത് ബോളിവുഡ് സിനിമയിൽ ശ്രദ്ധ നേടിയ താരങ്ങളായിരുന്നു. പക്ഷേ അവർക്ക് കൂടുതൽ കാലം നിലനിൽക്കാൻ ആയില്ല. ഷാറൂഖ് ഖാൻ്റെയും ആമിർ ഖാൻ്റെയും സൽമാൻ ഖാൻ്റെയും യുഗം വന്നപ്പോൾ സണ്ണി ഡിയോളും ബോബി ഡിയോളും ഒക്കെ അപ്രസക്തമായി മാറി ബോളിവുഡ് സിനിമയിൽ. മക്കൾ സിനിമയിൽ വലിയ സാമ്രാജ്യം വെട്ടിപ്പിടിക്കുമെന്ന് ധർമ്മേന്ദ്ര പ്രതീക്ഷിച്ചെങ്കിലും സണ്ണി ഡിയോളിനും ബോബി ഡിയോളിനും വിചാരിച്ച പോലെ ഒരു സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ സാധിച്ചില്ല. എന്തായാലും ധർമ്മേന്ദ്ര മരിക്കുമ്പോൾ ബോളിവുഡ് സിനിമയിലെ ചരിത്രത്തിൻ്റെ ഒരേടാണ് അകന്നു മാറുന്നത്, ഒരേടാണ് മടക്കി വയ്ക്കുന്നത്. ധർമ്മേന്ദ്രയുടെ സിനിമകൾ, ആക്ഷൻ രംഗങ്ങൾ ഒക്കെ ഇപ്പോഴും ഓർമ്മയിൽ ത്രസിച്ചു നിൽക്കുന്നു.
ഒരു കാലത്ത് ധർമ്മേന്ദ്രയുടെ സിനിമ കാണാൻ കേരളത്തിൽ യുവാക്കൾ ഇടിച്ചു കയറുമായിരുന്നു. അത്ര ശക്തമായ ആക്ഷൻ രംഗങ്ങൾ, ഡ്യൂപ്പില്ലാതെയുള്ള ആക്ഷൻ രംഗങ്ങൾ, അതൊക്കെ ധർമ്മേന്ദ്രയുടെ പ്രത്യേകതയായിരുന്നു. അമിതാഭ് ബച്ചൻ റൊമാൻറ്റിക് നായകനായും ആക്ഷൻ നായകനായും ശോഭിക്കുന്ന യുവാവായും ഒക്കെ മാറിയപ്പോൾ, അമിതാഭ് ബച്ചൻ ഹിന്ദി സിനിമയിലെ നെടുനായകനായി മാറിയപ്പോൾ, ഹിന്ദി സിനിമയിലെ സിംഹാസനത്തിൽ കയറിയിരുന്നപ്പോൾ നിസ്സഹായനായി പോകേണ്ടി വന്നു ധർമ്മേന്ദ്രയ്ക്ക് മാത്രമല്ല, അക്കാലത്തെ നടന്മാർക്കെല്ലാം അമിതാഭ് ബച്ചന് പിന്നിലെ ഇരിപ്പിടം ഉണ്ടായിരുന്നുള്ളൂ. സഞ്ചീറും കൂലിയും അടക്കമുള്ള ചിത്രങ്ങളൊക്കെ വമ്പൻ ഹിറ്റുകളാക്കി അമിതാഭ് ബച്ചൻ മാറ്റി. ബോളിവുഡിനെ അമിതാഭ് ബച്ചൻ തൻ്റെ കാൽ കീഴിലാക്കി. അപ്പോൾ ധർമ്മേന്ദ്രയെ പോലെയുള്ള നടന്മാർക്ക് സ്വന്തം നിലനിൽപ്പ് ഇല്ലാതായി മാറി. തെന്നിന്ത്യൻ നടന്മാരെ ധർമ്മേന്ദ്ര ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. രജനീകാന്തിൻ്റെ ബോളിവുഡിലെ അരങ്ങേറ്റം സുഗമമാക്കിയത് ധർമ്മേന്ദ്രയാണ്. ധർമ്മേന്ദ്രയുടെ ചിത്രങ്ങളിലൊക്കെ രജനീകാന്തിന് പ്രധാനപ്പെട്ട റോളുകൾ കൊടുത്തിരുന്നു. തനിക്ക് ശേഷം പ്രളയം എന്ന് ധർമ്മേന്ദ്ര ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ അമിതാഭ് ബച്ചൻ്റെ പ്രഭാവത്തിൽ ധർമ്മേന്ദ്ര ഔട്ടാവുകയില്ലായിരുന്നു. തനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം തനിക്ക് ശേഷം വരുന്ന എല്ലാ തലമുറയെയും ഹൃദയത്തിലേക്ക് അടുക്കി വെച്ചു, ഹൃദയത്തോട് ചേർത്ത് വെച്ചു. അഭിനയത്തിൽ ധർമ്മേന്ദ്ര മികച്ച നടനല്ലായിരിക്കാം. സഞ്ജീവ് കുമാറിനെ പോലെയോ അമിതാഭ് ബച്ചനെ പോലെയോ മികച്ച നടനല്ല ധർമ്മേന്ദ്ര. പക്ഷേ അഭിനയത്തിൻ്റെ സൂക്ഷ്മഭാവങ്ങൾ അദ്ദേഹത്തിന് വശമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിനയശേഷി ചൂഴ്ന്നെടുക്കാൻ, അഭിനയശേഷി വിനിയോഗം ചെയ്യാൻ ഒരു സംവിധായകരും നിർമ്മാതാക്കളും ശ്രമിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാജയം. ധർമ്മേന്ദ്ര വിടവാങ്ങുന്നു. ബോളിവുഡിലെ ഇതിഹാസ ജീവിതം വിടവാങ്ങുന്നു. ബോളിവുഡിലെ ഇതിഹാസ ജീവിതം വിടവാങ്ങുമ്പോൾ അദ്ദേഹം അഭിനയിച്ച സിനിമകൾ ബാക്കിയാകുന്നു. ഒരു കാലത്ത് പ്രേക്ഷകർ കയ്യടികളുടെ പൂരപ്പറമ്പാക്കി മാറ്റിയ തിയേറ്ററുകൾ ഓർമ്മയിൽ നിറയുന്നു.